വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പൊൻകുന്നം സ്വദേശിനിയായ മലയാളി നഴ്സ് ഷീജയുടെ മരണത്തിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തെത്തുന്നത്. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് UK-യിലെ നഴ്സായ ഷീജയെ വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. 2 ആൺമക്കൾക്കും ഭർത്താവിനുമൊപ്പം 18 വർഷമായി ഷീജ UK-യിലാണ് താമസം. പനി മൂലം ഹൃദയാഘാതമുണ്ടായതെന്നാണ് ഭർത്താവ് ബൈജു നാട്ടിൽ അറിയിച്ചത് എങ്കിലും അതല്ല ഷീജ ജീവനൊടുക്കിയതാണെന്ന് പിന്നീട് വീട്ടുകാർ അറിയിക്കുകയായിരുന്നു. ഷീജ മരിക്കുന്നതിന് മുമ്പ് സുഹൃത്തിനും ബന്ധുവിനും അയച്ച വോയിസ് ക്ലിപ്പുകളിലൂടെയാണ് ഷീജയുടെ ജീവിതം നരകമായിരുന്നു എന്ന് വീട്ടുകാർ തിരിച്ചറിഞ്ഞത്. ജീവിതം മടുത്തതിനാൽ താൻ ജീവനൊടുക്കുന്നുവെന്നാണ് ഷീജ ഉറ്റവർക്ക് അയച്ച വോയിസിൽ പറയുന്നത്. ഇംഗ്ലണ്ടിലെ വീട്ടിൽ വലിയ മാനസിക ബുദ്ധിമുട്ടുകളോടെയാണ് താൻ ജീവിക്കുന്നതെന്നാണ് മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഷീജ ഇവർക്ക് വോയിസ് മെസ്സേജ് അയച്ചത്. കരഞ്ഞുകൊണ്ട് എനിക്കിനി പിടിച്ചു നിൽക്കാൻ വയ്യെന്നാണ് മെസ്സേജിലുള്ളത്. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നല്ല പനിയായിരുന്നു. ഒറ്റയ്ക്ക് ആശുപത്രിയിൽ പോയി. എക്സ്റേ എടുക്കാൻ പോയപ്പോൾ തല കറങ്ങി വീണു. നിനക്ക് എങ്ങനെയുണ്ടെന്ന് അന്വേഷിക്കാനോ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരാനോ ആരുമുണ്ടായില്ല. ഞാൻ ഒരു വാക്കുകൊണ്ട് പോലും ആരെയും വേദനിപ്പിക്കാറില്ല. ചെയ്യാവുന്ന സഹായം എല്ലാവർക്കും ചെയ്യും. എന്നെ എന്തിന് ദൈവം ഇങ്ങനെ പരീക്ഷിക്കുന്നു? ജീവിതം മടുത്തു. ജീവിക്കത്തില്ലെന്ന് ഉറപ്പിച്ചു. എനിക്ക് വയ്യ ഇതുപോലൊരു ജീവിതം. ഞാൻ മടുത്തു. സത്യം. കൂട്ടുകാരി ലീനയെ ഷീജ അറിയിച്ചത് ഇങ്ങനെയാണ്. നാട്ടിലെ 6 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്നുണ്ടെന്നും വീട്ടിൽ വഴക്കുണ്ടാക്കാറില്ലെന്നും കുഞ്ഞുങ്ങളെ നല്ലവണ്ണം നോക്കുന്നുണ്ടെന്നും ഒത്തിരി സഹിച്ചെന്നും ഒരിക്കൽ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നുവെന്നും ഇനി ജീവിതം അവസാനിപ്പിക്കുകയല്ലാതെ മറ്റു വഴികളില്ലെന്നും അടുത്ത ബന്ധുവിനയച്ച വാട്സാപ്പ് സന്ദേശത്തിലും ഷീജ കരച്ചിലോടെ വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാം മനസ്സിലൊതുക്കി ജീവിക്കുന്ന പ്രകൃതക്കാരിയായിരുന്നു ഷീജയെന്ന് അടുത്ത ബന്ധുക്കളും പറയുന്നു. പനി ബാധിച്ച് എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യാത്ത ശാരീരികാവസ്ഥയായിരുന്നിട്ടും തന്നെ തിരിഞ്ഞു നോക്കാൻ ആരുമുണ്ടായില്ല എന്ന വിഷമം ഷീജയുടെ മനോനിലയെ തന്നെ ബാധിച്ചിരുന്നിരിക്കാമെന്നാണ് കുടുംബം ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം ഷീജയുടെ ഭർത്താവിനെതിരെ ഗുരുതര ആരോപണങ്ങളും വീട്ടുകാർ ഉന്നയിച്ച് രംഗത്തെത്തി. 18 മണിക്കൂർ വരെ ജോലി ചെയ്തിട്ട് വന്നാലും അവൾക്ക് അവനൊരു സ്വസ്ഥതയും നൽകിയിരുന്നില്ലെന്ന് ഷീജ പറഞ്ഞിരുന്നതായി വീട്ടുകാർ പറയുന്നു. വീട്ടിൽ നിസ്സാര കാര്യങ്ങൾക്ക് പോലും കുറ്റപ്പെടുത്തും. അവന്റെയോ കുട്ടികളുടെയോ എന്തെങ്കിലും കാര്യത്തിൽ താമസമുണ്ടായാൽ നീ 1 മണിക്കൂർ നേരത്തെ എഴുന്നേറ്റുകൂടായിരുന്നു എന്ന് ചോദിക്കുമായിരുന്നെന്നും ഷീജ വെളിപ്പെടുത്തിയിരുന്നു. നാട്ടിലെ 6-7 ലക്ഷം രൂപ ശമ്പളം ഷീജയ്ക്കുണ്ട്. എന്നാൽ അത് എത്തുന്നത് ഭർത്താവിന്റെ കൂടെ പേരുള്ള ജോയിന്റ് അക്കൗണ്ടിലാണ്. സ്വന്തം ആവശ്യങ്ങൾക്ക് പോലും പണമെടുക്കാൻ ഷീജയ്ക്ക് നിയന്ത്രണങ്ങളുണ്ടായി. അതേസമയം ഷീജയുടെ പണം ഉപയോഗിച്ച് ഭർത്താവ് നാട്ടിലും ഇംഗ്ലണ്ടിലുമൊക്കെ നിരവധി വസ്തുവകകൾ വാങ്ങി കൂട്ടിയെന്നും കുടുംബം പറയുന്നു. നാട്ടിലെത്തിയാൽ തിരിച്ചു പോകാൻ പോലും അമ്മയുടെ ആഭരണങ്ങൾ ഷീജ പണയം വെക്കേണ്ട അവസ്ഥയായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു. കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.